ഇതുപോലത്തെ കേക്ക് ബോർഡ് കയ്യിലുണ്ടോ? എങ്കിൽ വാ, നമുക്ക് അടിപൊളി ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കാം. ഹായ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഇതുപോലത്തെ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അടിപൊളി ഒരു വാൾ ഡെക്കർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു കേക്ക് ബോർഡ് വേണം, പിന്നീട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് വേണം. ആ കാർഡ്ബോർഡ് പീസുകളെ ഒരുപോലത്തെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കണം. അടുത്തായിട്ട് ആ കാർഡ്ബോർഡ് പീസ് എടുക്കുക. നമ്മുടെ ആ കേക്ക് ബോർഡിൻ്റെ ആകൃതിയിൽ ഇതുപോലെ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. നമ്മളൊരു ബ്ലോക്ക് രീതിയിൽ നമുക്ക് നമ്മൾ ആ കാർഡ്ബോർഡ് ആ കേക്ക് ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ലാസ്റ്റ് ആ ഫൈനലായിട്ടുള്ള ആ കാർഡ്ബോർഡ് പീസും നമ്മളിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു കത്രിക എടുത്തിട്ട് ഈ കേക്ക് ബോർഡിൻ്റെ ആകൃതിയിൽ അതിൻ്റെ സൈഡൊക്കെ വെട്ടിക്കളയണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിന് കളർ കൊടുക്കുക എന്നുള്ളത്. ആക്രിലിക് പെയിൻ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇവിടെ ഞാൻ ആ കാർഡ്ബോർഡ് പീസുകളിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് എൻ്റെ കയ്യിലില്ല, ഞാൻ ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനത് അടിച്ചു കൊടുക്കുന്നുണ്ട് ആ കാർഡ്ബോർഡ് പീസിൽ. ഒരു വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് കൊണ്ടിട്ട് ജസ്റ്റ് ഞാൻ അതിൽ ആ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ ആ കാർഡ്ബോർഡ് പീസിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത നമുക്ക് വേണ്ടത് പിസ്ത ഷെല്ലാണ്. ഇത് നേരത്തെ എൻ്റെ കയ്യിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇത് നമുക്കിനി ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ആ കാർഡ്ബോർഡിൽ ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു ലീഫ് പോലൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫെവിക്കോൾ ആ കേക്ക് ബോർഡിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ പിസ്ത ഷെല്ലും എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ കേക്ക് ബോർഡിൽ നമുക്കൊരു കോട്ട്സ് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കോട്ട്സ് അതിലെഴുതാം. ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഹാപ്പിനെസ് കംസ് ഇൻ വേവ്സ് എന്നാണ് എഴുതാൻ പോകുന്നത്. എനിക്ക് ഫസ്റ്റ് ഒരു അബദ്ധം പറ്റി. ഇതിനകത്ത് ഞാൻ ആദ്യം ആ പെയിൻറ്റ് ബ്രഷ് തന്നെ വെച്ചിട്ട് എഴുതാൻ നോക്കി. അപ്പം അതിൻ്റെ ആദ്യത്തെ എച്ചും എയും ബി ഒക്കെ ഇങ്ങനെ സ്പ്രെഡായി ആകെ വൃത്തികേടായി. സോ നിങ്ങളതുകൊണ്ട് ആ അബദ്ധം പറ്റാൻ നോക്കണം. ഒരു സ്കെച്ച് പെന്നോ പെൻസിലോ വെച്ചിട്ട് ആദ്യം ഒന്ന് എഴുതിയിട്ട് വേണം ഇതുപോലെ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് വരയ്ക്കാൻ. എഴുതി വന്നപ്പോഴാണ് എനിക്കൊരു ഭംഗിക്കുറവ് തോന്നിയത്. ഞാനങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ കളറ് ഇതുപോലെ കേക്ക് ബോർഡിൻ്റെ രണ്ട് സൈഡിലായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.